പ്രതിയാക്കാൻ പോലീസ് മനഃപൂർവ്വം ശ്രമിച്ചതായി തിരുവമ്പാടി KCB ആക്രമണ കേസ് പ്രതി അജ്മൽ. KCB ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഫോണിലുണ്ടായിരുന്നെന്ന് അജ്മൽ. ഈ ഫോൺ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചുവെച്ചെന്നും അജ്മൽ ആരോപിച്ചു. റിമാൻഡിലാകുന്നതിന് മുൻപ് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് അജ്മലിന്റെ ആരോപണങ്ങൾ. കോഴിക്കോട് നിന്ന് സൂര്യ സുജിയുണ്ട് വിശദാംശങ്ങളുമായി. സൂര്യ, എന്തൊക്കെയാണ് അജ്മൽ ആരോപിക്കുന്ന മറ്റു കാര്യങ്ങൾ? തന്നെയാണ് കോഴിക്കോട് തിരുവമ്പാടിയിലെ ഈ KCB ഉദ്യോഗസ്ഥരും യൂത്ത് കോൺഗ്രസ് നേതാവായ അജ്മലും തമ്മിലുള്ള തർക്കം. വെള്ളിയാഴ്ചയായിരുന്നു അജ്മലിന്റെ വീട്ടിൽ ഈ വൈദ്യുത കുടിശ്ശിക അടക്കാത്തതിനെ തുടർന്ന് KCB ഉദ്യോഗസ്ഥർ വന്ന് വൈദ്യുതി വിച്ഛേദിച്ചത്. തുടർന്ന് ആ സമയത്തെത്തിയ ഉദ്യോഗസ്ഥരെ അജ്മൽ മർദ്ദിച്ചതായുള്ള പരാതി പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ആ പരാതിയിലുള്ള പ്രതികാര നടപടി എന്നോണം അജ്മലും അജ്മലിന്റെ സഹോദരനും KCB ഓഫീസിലെത്തി ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും മർദ്ദിച്ചതായുള്ള ഒരു പരാതിയുണ്ട്. അങ്ങനെ കേസിൽ ഇപ്പോൾ അജ്മൽ റിമാൻഡിലാണ്. ഈ റിമാൻഡിലാവുന്നതിന് മുൻപ് അജ്മൽ ഒരു ഓഡിയോ സന്ദേശം അയച്ചിരുന്നു. ആ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് KCB ഉദ്യോഗസ്ഥർ പോലീസിൽ കൊടുത്ത പരാതി തെറ്റാണ്, താൻ അവരെ മർദ്ദിച്ചിട്ടില്ല, മർദ്ദിച്ചത് മുഴുവൻ ഈ ഉദ്യോഗസ്ഥരാണ്. അതായത് 3 ലക്ഷം രൂപയുടെ ബാധ്യത ഈ KCB ഓഫീസിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചതിനെ തുടർന്ന് അജ്മലിന്റെ പേരിലുണ്ട്. ആ 3 ലക്ഷം രൂപ അടച്ചതിനു ശേഷം മാത്രമാണ് അജ്മലിന്റെ വീട്ടിൽ ഇനി വൈദ്യുതി പുനഃസ്ഥാപിക്കൂ എന്ന് ഇന്നലെ ഒരു നടപടി ഉണ്ടായിരുന്നു. അതായത് ഒരു ഓർഡർ പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് അജ്മൽ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതായത് സാധന സാമഗ്രികളെല്ലാം നശിപ്പിച്ചത് ഈ KCB ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ KCB ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിലുണ്ടായിരുന്നു. എന്നാൽ പോലീസും KCB ഉദ്യോഗസ്ഥരും ഇടപെട്ട് ഈ ഫോണ് ഇപ്പോൾ പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത്. ഈ ഫോണ് പുറത്തു വന്നാൽ മാത്രമേ ഈ ദൃശ്യങ്ങൾ തനിക്ക് ആളുകളെ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. താൻ ഈ കേസിൽ, അതായത് താനും തന്റെ അനുജനും ഈ കേസിൽ നിരപരാധിയാണ് എന്നുള്ളൊരു കാര്യമാണ് അജ്മൽ പറയുന്നത്. ആതിര. ശരി സൂര്യ, തുടരുക. ഇപ്പോൾ അജ്മലിന്റെ ശബ്ദ സന്ദേശത്തിലേക്ക്. റഫീഖ് തോട്ടുമുക്കം, ഞാൻ അജ്മലാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരു വിവാദമായ വാർത്തയല്ലേ, ആ ഒരു വാർത്തേൻ്റെ ഒരു ശരിയായ ഒരു വശം പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത്. ആക്ച്വലി ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഒരു അധിക ബില്ലിൻ്റെ പേരിൽ സംസാരം വന്നതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു പഴയ കറിയെടുത്ത് എൻ്റെ തലയിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. വേറെ അതിൽ പറയുന്നതൊക്കെ വ്യാജമാണ്. പിന്നെ അവർ സ്വന്തമായിട്ടാണ് തല്ലി പൊളിച്ചത്. അതിൽ KCBയിലെ ഡ്രൈവർ ആണ് എൻ്റെ അനിയൻ്റെ മറ്റേ ബാക്കിന് അനിയന് KCBയിലെ ഡ്രൈവർ ടേബിളിൻ്റെ ടോപ്പിലിരുന്ന ഗ്ലാസ് എടുത്ത് തല്ലി പൊളിച്ചത്. തല്ലി ഇവൻ്റെ അനിയൻ്റെ ബാക്കിന് ഇടിച്ചിട്ടാണ് പൊളിച്ചത്. അതൊക്കെ ഞങ്ങൾ പൊളിച്ചു എന്നാണ് പറഞ്ഞത്. അനിയൻ്റെ തലക്ക് അടി ഇട്ടിട്ടുണ്ട് വേറൊരു ടേബിളിൻ്റെ ഡോർ എടുത്തിട്ട്. അതുപോലെ കമ്പ്യൂട്ടർ കൊണ്ട് അനിയനെ തല്ലിയിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കൊണ്ട്. അതൊക്കെ ഞങ്ങളെ പേരിൽ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ സംഭവം ഫുള്ള് റെക്കോർഡ് ചെയ്ത ഒരു ഫോണുണ്ട്. ഞാൻ ഇവിടുന്ന് KCBൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഫുൾ റെക്കോർഡ് ചെയ്തൊരു ഫോണുണ്ട്. ആ ഫോണ് ഈ KCBൻ്റെ AV എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോണ് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ കാണുന്നതൊക്കെ നേരെ തിരിച്ചാവും. അതിന് എന്നെ മർദ്ദിക്കുന്ന, എൻ്റെ അനിയനൊക്കെ മർദ്ദിക്കുന്ന ഫുൾ വീഡിയോ അതിലുണ്ട്. അവരുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്ന് എന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട് അതിൽ. അപ്പോൾ ആ ഫോണ് ഇവർ പോലീസും KCBയും ഒത്തുകളിച്ചുകൊണ്ട് ആ ഫോണ് പിന്നെ ഹാജരാക്കുന്നില്ല. ഞാനിപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി പറയാൻ പോവുകയാണ്, ആ ഫോണ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് പുറത്തറിയിക്കാൻ വേണ്ടി, ആ ഫോണിൽ എല്ലാം സത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ബാക്കി ഇവർ പറയുന്നത് മുഴുവൻ കളവാണ്. ആ ഫോൺ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാക്കാൻ എല്ലാവരും സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കണം. തിരുവമ്പാടി KCB ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് പ്രതി അജ്മലിന്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത്. പോലീസ് ഉദ്യോഗസ്ഥരും KCB ഉദ്യോഗസ്ഥരും കേസ് കെട്ടിച്ചമച്ചതാണ്, പ്രതിയാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതാണ് എന്നാണ് അജ്മലിന്റെ ഓഡിയോ സന്ദേശത്തിലുള്ളത്. ഇതിന്റെ ആധികാരികത അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ സുജയ്.